രാമേശ്വരം ട്രിപ്പ് പ്ലാനിലേക്ക് പെട്ടെന്നാണ് കടന്നു വന്നത്. അസഹ്യമായ ചൂടാണെന്ന് അറിയാമായിരുന്നതിനാൽ അല്പം ആശങ്കയോടെയാണ് ഇവിടേക്ക് വന്നത്. രാമേശ്വരത്തെ ഐക്കോണിക് പാമ്പൻ പാലം ചെറുപ്പത്തിൽ ശങ്കർ സിമന്റിന്റെ പരസ്യത്തിൽ തകർക്കാൻ പറ്റാത്ത വിശ്വാസം എന്ന ഹെഡിങ്ങിൽ പലതവണ കണ്ടതാണ്. പാലം കാണണമെന്ന ആഗ്രഹവും അന്നു തൊട്ടേ ഉണ്ടായിരുന്നു. അടുത്തിടെ പ്രധാനമന്ത്രി മോദി പുതിയ വെർട്ടിക്കൽ റെയിൽവേ ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്തതും ഇതുവഴിയുള്ള റെയിൽവേ ഗതാഗതം പുനഃസ്ഥാപിച്ചതും രാമേശ്വരം സന്ദർശിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നായിരുന്നു. തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിൽ പാമ്പൻ ദ്വീപിലെ രാമേശ്വരം പട്ടണത്തെയും ഇന്ത്യയിലെ പ്രധാന ഭൂപ്രദേശമായ മണ്ഡപത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു റെയിൽ പാലമായിരുന്നു പാമ്പൻ പാലം. പിന്നീട് റോഡ് പാലം വരും വരെ ഇവിടേക്കുള്ള ഏക ഗതാഗത ലിങ്കും അതായിരുന്നു. പാക് കടലിടുക്കിന് കുറുകെ പഴയതിനെ വെല്ലുന്ന പുതിയ പാലം. കപ്പലുകൾക്കായി പാലത്തിൻ്റെ മധ്യഭാഗം വെർട്ടിക്കൽ ലിഫ്റ്റ് ചെയ്ത് ഉയർത്താനും പിന്നീട് താഴ്ത്തി സാധാരണ നിലയിൽ ട്രെയിനുകൾക്ക് കടന്നു പോകാനും സാധിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മിതി. പണ്ട് പഴയ പാലത്തിലൂടെ ഇന്ത്യയിൽ നിന്നും ശ്രീലങ്ക വരെ ഒറ്റ ടിക്കറ്റിൽ യാത്ര ചെയ്യാമായിരുന്നു. മദ്രാസിൽ നിന്നും ധനുഷ്കോടി വരെ ട്രെയിനും അവിടുന്ന് ശ്രീലങ്കയിലെ തലൈമന്നാർ വരെ ബോട്ടിലും അവിടുന്ന് കൊളംബോ വരെ ട്രെയിനിലും. പിന്നീടത് നിർത്തലായി. 2022 ബാസ്ക്യൂൾ ഭാഗം തുരുമ്പെടുത്ത് ദുർബലമായതിനാൽ പഴയ പാലത്തിലൂടെയുള്ള ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുകയായിരുന്നു. പുതിയ പാലത്തിലൂടെ സഞ്ചരിക്കുന്നതിനായി പുലർച്ചെ രാമേശ്വരത്ത് നിന്നും മധുര വരെയുള്ള പാസഞ്ചർ ട്രെയിനിലാണ് ഞാൻ സഞ്ചരിച്ചത്. പുതിയ പാലത്തിലൂടെ യാത്ര അതിമനോഹരമായിരുന്നു. ഇരുവശവും നീലക്കടൽ, കൂടാതെ സൂര്യോദയ സമയവും. പാമ്പൻ പാലത്തിലൂടെ സഞ്ചരിച്ചതിലുള്ള സന്തോഷത്തിലാണ് ഞാൻ. പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷം. ട്രെയിൻ യാത്രയുടെ കാഴ്ചകൾ.